ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നിവിടെ നമ്മൾ വന്നിരിക്കുന്നത് കൗൺസിലിങ്ങിൽ നമ്മൾ ക്ലയൻസ് വന്ന് പോകുമ്പോൾ കാണുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് കൗൺസിലിങ്ങിന് വരുന്നവർ അവർ ആദ്യത്തെ സെഷനിൽ, അതായത് കൗൺസിലിംഗ് അസസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ കേസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് അവരവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് താൽക്കാലികമായിട്ടൊരാശ്വാസം കിട്ടാറുണ്ട്. അപ്പം ആ ഒരു ആശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും, ഓക്കെ ഞാൻ ക്യോർഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ ഭേദമായി, അല്ലെങ്കിൽ കുറേ സമാധാനമുണ്ട്, ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അവർ പിന്നീടുള്ള സെഷൻസിന് വരാതിരിക്കുകയും പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് കൂടുതൽ വൾഗർ സ്റ്റേജിൽ അല്ലെങ്കിൽ കൂടുതൽ പാത്തറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വീണ്ടും അവർ നമ്മുടെ മുന്നിലോട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്വതവേ പറയാറുണ്ട്, ആഴ്ചയിൽ ഒരു സെഷൻ എങ്കിലും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തെറാപ്പി കൊണ്ടുപോവുക എന്നവരോട് പറയാറുണ്ട്. അതുപോലെ തന്നെ വളരെ സിവിയറായിട്ടുള്ള ആൾക്കാർക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും സെഷൻസ് വേണ്ടി വരും എന്നുള്ളതും പറയാറുണ്ട്. പക്ഷേ അവർ ആ കിട്ടുന്ന ഒരു താൽക്കാലിക ആശ്വാസത്തിൽ അവർ ഓക്കെ ഞാൻ ഓവറോൾ ഓക്കെ ആണെന്ന് അവർ തന്നെ അങ്ങ് വിധി എഴുതി അവരുടെ ഒരു ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് ചിലതിലോട്ട് തിരിച്ചു വരാതെ പിന്നീട് വല്ലാണ്ട് ഒരു പ്രയാസത്തിലോട്ട് എത്തിക്കൊണ്ട് അവർ തിരിച്ചു വരികയും വീണ്ടും ബാക്ക് ടു സീറോ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് വരികയും അവിടുന്ന് വീണ്ടും നമ്മൾ എന്താ പറയുക, അവരുടെ മാനസിക നിലയെ കൊണ്ടുവന്ന് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസിലൂടെ അവരെ വീണ്ടും നമുക്ക് ഉയർത്തി, അതായത് അതായത് ടൈം ഇൻവെസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ലെവലിലോട്ട്. കാരണം ഇത് കണ്ടിന്യൂസ് സെഷൻസ് ആയിട്ട് പോകുമ്പോഴേ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സീറോ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് വരികയും അവിടുന്ന് വീണ്ടും നമ്മൾ പണിത് കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു വീണ്ടും, അതായത് ഒരേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ടും ക്ലയൻസിനായാലും തന്നെ ഒരു മടുപ്പ് വരും. ഇത് നമ്മൾ ഓൾറെഡി ഗോ ത്രൂ ചെയ്തതല്ലേ എന്നുള്ളത്. പക്ഷെ അവർ വരുത്തിയ ആ ഒരു പിഴവ് അവർക്ക് മനസ്സിലാകാതെ ഇരിക്കുകയും അവർക്ക് ഇത് എത്ര നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ചിലപ്പോൾ അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർ ഓക്കെ നീ ഇപ്പോൾ ഓക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ നിനക്ക് ഇപ്പം സെഷൻ വേണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് പോവുകയും അതിലോട്ട് കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ആശ്വാസം കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സൊക്കെ എടുക്കുന്ന മരുന്നുകൾ എടുക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന പോലെ അത് നിർത്താൻ പറ്റില്ല. ആ കോഴ്സ് കംപ്ലീറ്റ് പൂർത്തീകരിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഈസിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം നമ്മൾക്ക് തീർത്തും കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇടയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടുത്തൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ കൗൺസിലിങ്ങും അതുപോലെ തന്നെയാണ് ഏകദേശം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇടയിൽ നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ്, അതായത് നിങ്ങളുടെ കൗൺസിലറിന് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന് അറിയാം ഒരു ടെർമിനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ. അപ്പോൾ ആ ടെർമിനേഷൻ പ്രോസസ്സിലൂടെ നിങ്ങളുടെ കൗൺസിലർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് നിർത്താനുള്ളത്. അത് പിന്നെ ഫോളോ അപ്പ് സെഷനായിട്ട് മാറ്റും അവർ. അതായത് മാസത്തിൽ ഒരിക്കലൊരു ഫോളോ അപ്പ് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഫോളോ അപ്പ്, ഇങ്ങനെ അതിനൊരു പ്രത്യേകം അതിൻ്റേതായിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതിലൂടെ പോകുമ്പോൾ മാത്രമേ അതിനുള്ള ക്ഷമയും സഹനവും അതുപോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇതിലൂടെയും ഹീലിംഗ് സംഭവിക്കുകയുള്ളൂ. ഈവൻ ദോ വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഫിസിക്കലി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും, ഇത് മനസ്സിൻ്റെ കളികളിൽ പെടുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ മനസ്സിന് സംഭവിക്കണമെങ്കിൽ അതിൻ്റെ പ്രോട്ടോക്കോളിലൂടെ തന്നെ പോകണം. അത് പോകാണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ നിങ്ങളുടെ, അതായത് ക്ലയൻസിൻ്റെ ഇഷ്ടപ്രകാരം വന്ന് പ്രത്യക്ഷപ്പെടുന്ന കേസസ് വീണ്ടും നമ്മൾക്ക് മനസ്സിലാവും അവർ വീണ്ടും സിവിയർ ഡിപ്രഷനിലോട്ടോ പ്രയാസങ്ങളിലോട്ടൊക്കെ പോയിട്ടാണ് അവർ തിരിച്ച് വരാറ്. അതുപോലെ തന്നെ മെഡിക്കേഷൻ എടുക്കുന്ന കേസസ് ആണെങ്കിൽ പോലും മെഡിക്കേഷനോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും കൗൺസിലിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഫുൾ റിക്കവറി പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തെറാപ്പിസ്റ്റ് നിങ്ങളോട് പറയും വെൻ ടു ടേക്ക് ദ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ആൻഡ് വെൻ ടു സ്റ്റോപ്പ്. അതായത് ടെർമിനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു ക്ലയൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്, ഇനി ഇതിൻ്റെ ആവശ്യമില്ല എന്ന് കൗൺസിലർക്ക് തോന്നുന്നൊരു സമയമുണ്ട്. അതുവരെ
നിങ്ങൾ വന്ന് മുന്നോട്ട് പോവുകയും അതിലൂടെ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസ്, അതായത് ചിലപ്പം നമ്മുടെ ഒരു ഹീലിംഗ് ക്രൈസിസ് എന്ന് പറഞ്ഞ ഒരു കാര്യം സംഭവിക്കാറുണ്ട്. അതായത് ഒന്ന് വേഴ്സ്റ്റ് ആവും നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ. കാരണം നമ്മൾ നമ്മുടെ പാസ്റ്റിലൂടെ പോവുകയും നമ്മുടെ ട്രോമാറ്റിക് ഇൻസിഡൻസിലൂടെയൊക്കെ സംസാരിക്കാൻ വേണ്ടി അതൊക്കെ നമ്മൾ വീണ്ടും ചെകഞ്ഞെടുക്കേണ്ട ഒരവസ്ഥയൊക്കെ വരുമ്പം ഒരു ഹീലിംഗ് ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് ഒരു നെഗറ്റിവിറ്റി ചിലപ്പോൾ ഒരു ആദ്യത്തെ 1-2 സെഷൻ കഴിയുമ്പോൾ വരും. അത് സ്വാഭാവികം മാത്രമേ ഉള്ളൂ. അത് ഹീലിംഗ് ക്രൈസിസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി കാരണം നിർത്തിപ്പോകുന്നവരും ധാരാളമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഞാൻ ഇത്രയും കാശ് കൊടുത്ത് നമ്മളിവിടെ സെഷന് വന്നു, എനിക്ക് എന്നിട്ട് സെഷൻ കഴിഞ്ഞിട്ട് ഒരു വെൽബീയിങ് അല്ല കിട്ടിയത്, എനിക്ക് എൻ്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതായത് അവർ തന്നെ സീൽ ചെയ്ത് മുദ്ര കുത്തി പോകുന്നവരുണ്ട്. അപ്പം ഈ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് റിക്കവറി ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ആ പഴയ ട്രോമാറ്റിക് ഇൻസിഡൻസിലൂടെ കടന്നു പോയിക്കൊണ്ട് അവിടെ നിന്ന് കിട്ടേണ്ട ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ കേസ് അസസ്മെൻറ്റും കേസ് സ്റ്റഡീസും മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻസും ഒക്കെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിലൂടെ ചോദിക്കുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി വരും. ദാറ്റ്സ് ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ അതിനെ അക്നോളജ് ചെയ്യുക. ദിസ് ഈസ് എ പാർട്ട് ഓഫ് ഹീലിംഗ് ക്രൈസിസ് എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് വേഴ്സ്റ്റ് ആവുന്നത് നമ്മൾ എന്താണ്, അതൊന്ന് ഹീലാവാനുള്ള ഒരു സാധ്യത കൂടുതൽ കാണിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് അവിടെ ഇങ്ങനെ സപ്രസ്ഡ് ആയിട്ട് കിടന്ന് നമ്മൾക്ക് എളുപ്പത്തിൽ എന്താ പറയുക താരതമ്യം ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പുണ്ണിനോടാണ്. അതായത് ഒരു പുണ്ണ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും അതും എന്ത് തട്ടിക്കഴിഞ്ഞാലും നമുക്ക് വേദനിക്കും. അതുപോലെ ഈ സപ്രസ്ഡ് ആയിട്ടുള്ള കുറേ ട്രോമാറ്റിക് ഇൻസിഡൻസ് ആയാലും പെയിൻസ് ആയാലും അവിടെ കിടന്ന് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ തികട്ടി വരും. എന്തെങ്കിലും ഒരു പ്രസൻറ്റ് ട്രിഗേഴ്സ് അതുമ്മ ചെന്ന് പതിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് റെസിപ്രൊക്കേറ്റ് ചെയ്ത് വരും നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ അത് ഇന്നത്തെ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൻ്റെ കാര്യമായിക്കൊള്ളണമെന്നില്ല. അത് ചിലപ്പം ട്രോമാറ്റിക് ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ യുവർ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നു. അപ്പോൾ അവിടെ ഹീലിംഗ് കൊടുക്കാണ്ട് നമ്മൾ ഇവിടെ സൂപ്പർഫിഷ്യലായിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിലോട്ട് നമുക്ക് വേണ്ട ക്ഷമയും കൺസിസ്റ്റൻസിയും, അതായത് നിങ്ങൾ റെഗുലറായിട്ട് വരാൻ പറയുന്ന സമയങ്ങളിൽ വരികയും ഒക്കെ വേണ്ട. അതിന് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളവർ മാത്രം ഈ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയറിലൂടെ പോവുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാത്തവർക്ക് എന്താണ്, ജസ്റ്റ് വരുന്നു പോകുന്നു, കാര്യമായിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നോർമലി സെഷൻസ് ആഴ്ചയിൽ 1 എന്നുള്ള രീതിയിലായിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ സിവിയറിറ്റി. അല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പം ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വേണ്ടി വരും. പിന്നെ 1 മണിക്കൂറായിരിക്കും മിക്കവാറും സെഷൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് നല്ലൊരു തയ്യാറെടുപ്പും ഒക്കെ വേണം. നമ്മൾ പുറത്തോട്ട് പോകുന്നില്ല, ഓൺലൈനിലാണ് എങ്കിൽ പോലും അതിനു വേണ്ടി തയ്യാറെടുക്കുക. ഇതെൻ്റെ ഒരു ഹീലിംഗ് ജേണിയാണ്, എ കൈൻഡ് ഓഫ് മൈൻഡ് സർജറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് തന്നെ നിങ്ങൾ നടത്തിക്കൊണ്ട് ഇതിലോട്ട് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം നമ്മൾ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ ഇത്ര സെഷൻസ്, ലൈക്ക് 4 സെഷൻസ്, ചിലവർക്ക് 4 സെഷൻസ് മതിയാവും, ചിലവർക്ക് 6 സെഷൻസ് വേണ്ടി വരും, ചിലവർക്ക് 12 സെഷൻസ് വേണ്ടി വരും, ചിലർക്ക് ഡിപ്രഷൻ ഭയങ്കരമായിട്ടുള്ള മേജർ ഡിപ്രസീവ് ഡിസോർഡറിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ സെഷൻസ് വേണ്ടി വരും. ബട്ട് ഇറ്റ്സ് ഓക്കെ റാദർ ദാൻ സ്ട്രഗ്ലിങ്, അല്ലേ? നിങ്ങളുടെ ലൈഫ് നരകതുല്യമായിട്ട് വലിച്ച് കൊണ്ടുപോകുന്നതിനേക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് ഈ ഒരു സെഷൻസ് എല്ലാം എടുത്ത് അതിനെ വൾഗറാവുന്നതിന് മുന്നേ നമ്മൾക്ക് ആ ഒരു ഹീലിംഗ് ജേണിയിലോട്ട് കിടക്കുക എന്നുള്ളൊരു ഡെസിഷനാണ്. അപ്പം ഇത് നിങ്ങളുടെ തീരുമാനമാണ്. വെദർ ടു ലീഡ് മൈ ലൈഫ് ജസ്റ്റ് ലൈക്ക് ഒരു നരകതുല്യമായിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകണോ ഒരു ഹീലിങ്ങും ഇല്ലാണ്ട്, അതോ ഒരു പ്രൊഫഷണലിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അതിന് വേണ്ട ഗൈഡൻസും കൗൺസിലിങ്ങും തെറാപ്പീസും എടുത്തുകൊണ്ട് മുന്നോട്ട് വരണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല. ഇന്നത്തെ ലോകത്ത് നമുക്കൊരു എക്സ്ക്യൂസും ഇല്ല. ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും ഇന്നത്തെ ലോകത്തുണ്ട്. അതായത് നിങ്ങളെ ആരെയും കൊണ്ടുപോകാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ്, എസ്പെഷ്യലി നമ്മുടെ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ഓൺലൈനിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ തെറാപ്പീസ് പിന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് അതിനെക്കുറിച്ചൊരു സംശയമുള്ള ആൾക്കാരുണ്ട്, ഫേസ് ടു ഫേസ് തന്നെ വേണ്ടേ നമുക്ക് ചെയ്യാൻ എന്നുള്ളത്. അത് വളരെ തെറ്റിദ്ധാരണയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫേസ് ടു ഫേസും അതുപോലെ തന്നെ ഓൺലൈനും ഈ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ AMCCയിൽ ഓൺലൈനിൽ ഹെവിലി ട്രെയിൻഡ് ആയിട്ടുള്ള പിന്നെ പ്രൊഫഷണൽസ് ഉണ്ട്. അതായത് ഓൺലൈനിൽ സെഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേകം സ്കിൽസ് വേണം, അല്ലേ? അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ നോളജ് കൂടുതലുള്ള, ഇതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. എസ്പെഷ്യലി സ്ത്രീകൾക്ക്
മെയിൻലി നമുക്ക് അങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തെറാപ്പി സെഷൻസ് കണ്ടിന്യൂ ചെയ്യാവുന്നതുള്ളൂ. അപ്പം ഒരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ളതും കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം എന്നെ ആരും സഹായിക്കാനില്ല, നിങ്ങൾക്കുള്ള മാർഗം നിങ്ങൾ കണ്ടെത്തി മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും വേണ്ട ഒരു കാര്യം കേട്ടോ. ഓക്കെ, സോ എവ്രി വൺ, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലിനിക്കൽ മാനേജറിനെ വാട്സപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കും എല്ലാ തരത്തിലും ഹെൽപ്പിനും നമ്മുടെ ക്ലിനിക്കൽ മാനേജർ അവൈലബിൾ ആണ്. നമ്പേഴ്സ് ഇതിലുണ്ട്, അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ധാരാളം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഫീഡ്ബാക്സൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ടെസ്റ്റിമോണിയൽ സെഷനിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, AMCCയുമായിട്ട് ബന്ധപ്പെട്ട് തെറാപ്യൂട്ടിക് ലെവലിലോട്ട് വരിക. ഇനി അതിലും മീതെ നിങ്ങൾക്കതൊരു ഓൺലൈൻ നിൽക്കാതെ അതിന് ശരിക്കും ഫേസ് ടു ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് റെഫറൽസ് തരികയും, ഇനി സൈക്കിയാട്രിക് മെഡിക്കേഷൻ്റെ ഇൻ്റർവെൻഷൻസ് ആവശ്യമുള്ള കേസാണെങ്കിൽ സൈക്കിയാട്രിക് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഓക്കെ, so thank you.